ഇന്ന് ദ്വീപിലെ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദ്വീപിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട്. അപ്പം നമ്മൾ ഒരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ദ്വീപ് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. പിന്നെ ഇവിടെ പെട്രോളും നമുക്ക് പമ്പൊന്നുമില്ല. എല്ലാ കടകളിലും കുപ്പിയിൽ ഓരോ ലിറ്റർ വെച്ചിട്ട് നമുക്ക് തരും. അപ്പം 200 രൂപയാണ് അതിന് എമൗണ്ട് വരുന്നത്. പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഈസ്റ്റേൺ ജെട്ടിയിലാണ്. ഇവിടെയാണ് ഷിപ്പ് വന്നിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതും ഇവിടുന്ന് അധികമായിട്ടുള്ള തേങ്ങ പോലുള്ള ഐറ്റംസൊക്കെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത്. നല്ല പീസ്ഫുൾ ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റു നമ്മുടെ സ്ഥലങ്ങളൊന്നും പോലെ ഇവിടെ വലിയ ബഹളമോ വണ്ടികളുടെ തിരക്കോ അങ്ങനെ യാതൊന്നുമില്ല. മെയിനായിട്ട് ഇവിടെ നമ്മുടെ നോർമൽ ബസ് സർവീസുകളൊന്നുമില്ല. ഇവിടെ ഒരു ബസ് പോലും ഇല്ല. നമ്മൾ കണ്ടില്ലേ, ചെറിയ ഈ ഒരു വഴികളാണ് ഇവിടുത്തെ റോഡെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് ദ്വീപിലുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും സ്കൂട്ടറിലും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെയാണ് ഇവിടെ അവർ ട്രാൻസ്പോർട്ടിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ചായക്കടകളിലൊക്കെ അവിടെ ഉണ്ടാക്കുന്ന രാവിലെ തന്നെ കുറേ കടികൾ ഉണ്ടാക്കും. അതവർ ആ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കേസരി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോർണിംഗ് നമ്മളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് തിരികെ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമുക്കിന്ന് ഇടിയപ്പം ഇവരുടെ സ്പെഷ്യൽ മുട്ടക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് വേറൊരു ദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ.